ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ എവിടെ എത്തിയിട്ടുണ്ട്? നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട് ഗൈസ്. ഇതിപ്പോൾ നമ്മുടെ അൺറിസർവ്ഡ് ടിക്കറ്റിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഓരോ യാത്രകളാണ് നമ്മൾ കാണാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തലസ്ഥാന നഗരിയുടെ അവസ്ഥയാണ്. ഏതായാലും അവരെയൊക്കെ ഞാൻ തട്ടി മാറ്റുമെന്ന് പറയുന്ന പോലെ അതിനെങ്ങനെ മെല്ലെ കടന്ന് അതിനകത്തേക്ക് കയറാണ്. നമ്മളെ പ്ലാറ്റ്ഫോം 16ാമത്തെ ട്രെയിൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത്, കണ്ടോ അവിടെ ഒരാൾ നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അവൻ കണ്ടപ്പോൾ അവനെങ്ങനെ എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. വ്ളോഗാണോ എന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. किधर से आप? भाई मैं पंजाब से हूँ। पंजाब से। नाम क्या है? लक्ष्य लक्ष्य लक्ष्य। हाँ जी हाँ जी। लाइव होके ब्लॉग। हाय बोलो। हाय हाय। लाइव होके ब्लॉग। हाँ लाइव होके ब्लॉग लाइव नहीं, वो लाइव मतलब नहीं, किस पे हो? वीडियो कॉल कर। हाँ സംഭവം എന്താണെന്ന് വെച്ചാൽ അവനോട് ലൈവ് പോകും, ലൈഫിൻ്റെ വ്ളോഗാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ മുറി ഹിന്ദി ആയതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടു, അങ്ങനെ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പരിചയപ്പെട്ട് കുറേ സംസാരിച്ചപ്പോൾ പിന്നെ രാവിലെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറയാം നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഒരു ഷോപ്പിൽ പോയി, റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ. അവിടെ പോയി നമ്മൾ ചായക്ക് അവൻ പറഞ്ഞു ഇവിടെ ചായ മറ്റേ സാൻഡ്വിച്ച് ഉണ്ട്, നമുക്ക് സാൻഡ്വിച്ച് ഓർഡർ ചെയ്താലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ സാൻഡ്വിച്ചും ചായയൊക്കെ ഓർഡർ ചെയ്തു. ആൾ നല്ല ഉഷാറായിരുന്നു, നല്ല കമ്പനിയായിട്ട് കുറേ സംസാരിച്ചു. പഞ്ചാബിൽ നിന്നാണ് വരുന്നത്, അതേപോലെ പഞ്ചാബിൽ അവനിങ്ങനെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെടുക്കാൻ ഫോട്ടോ ഒക്കെ, ചായയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്തൊക്കെയോ സ്നാപ്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അതിലെടുത്തൊരു പഞ്ചാബി വേറെ ആളുണ്ടായിരുന്നു, അവരെയും നമ്മൾ കണ്ടിട്ട് അവരോടും കുറച്ച് നേരം സംസാരിച്ചു. ഈ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് കണ്ടോ, അപ്പോൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ എൻ്റെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഹിന്ദിയാണ്. സോ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിയൊപ്പിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം കോഫി കുടിച്ചു. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, സാൻഡ്വിച്ച് വാങ്ങി. ഇതൊരു പനീർ സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ പനീർ സാൻഡ്വിച്ച് വാങ്ങി. നമ്മളതിൽ ഞാൻ പറഞ്ഞു നമുക്ക് 2 പീസാക്കാമെന്നാണ്. അങ്ങനെ 2 പീസാക്കി പനീർ സാൻഡ്വിച്ച് എടുത്തു. അങ്ങനെ നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ അവന് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു നീ കേരളത്തേക്ക് വരുന്നുണ്ട്, അതുപോലെ അവൻ പറഞ്ഞു പഞ്ചാബിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പരസ്പരം 2 നാടുകളിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റൊക്കെ ചെയ്ത് വീണ്ടും ഞങ്ങൾ ഓരോ ബൈറ്റ്സും കഴിച്ച് ഒരുപാട് സംസാരിച്ച് നല്ല കമ്പനി ആയിരുന്നു. ഒടുവിൽ അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ ട്രെയിനിലേക്ക് പോയി.